പ്രീസ്റ്റ് എന്ന നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മകനോ മകളോ സിസ്റ്ററാവനോ അച്ഛനാവനോ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണോ അതിൻ്റെ രണ്ട് സൈഡും പറഞ്ഞു കൊടുക്കുക. കാരണം ഇറ്റ്സ് നോട്ട് ആൻ ഈസി ലൈഫ്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. ഇതെല്ലാം എന്തൊക്കെയോ ആണ്, എല്ലാം ഭയങ്കരമാണ്. നോ, അങ്ങനെയൊന്നുമല്ല. നല്ല ബുദ്ധിമുട്ടേറിയ ഒത്തിരി ചലഞ്ചസ് ഉള്ള ലൈഫാണ്. അത് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. അതിലുള്ള ഒരു ബോധ്യം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. അവർ പോകണം എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. എനിക്ക് എൻ്റെ അപ്പനും അമ്മേനോട് കാണിച്ച ഏറ്റവും വലിയ നന്മയായിട്ട് ഞാനതാ കാണുന്നത്. ഞാൻ പോകണമെന്ന് പറഞ്ഞു. എന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ പോകണ്ടെന്ന് അവർ പറഞ്ഞില്ല. പോയി നോക്കുമെന്ന് പറഞ്ഞു. ഓരോ വഴികളല്ലേ, ദൈവിക വഴികളാണ്. ഈ ഇത്രയും വർഷം ഈ സെമിനാരി ജീവിതം ഇതൊക്കെ ഇപ്പോൾ എപ്പോഴെങ്കിലും തോന്നുമോ എന്നെക്കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഇട്ടിട്ട് വരാം, അല്ലെങ്കിൽ തിരിച്ചു വരാം എന്ന് തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അച്ഛൻ്റെ ജീവിതം? ആദ്യമായിട്ടാണോ, രണ്ടാമതായിട്ടാണോ, മൂന്നാമതായിട്ടാണോ, ലാസ്റ്റ് ആയിട്ടാണോ? ഒത്തിരി വട്ടം തോന്നിയിട്ടുണ്ട്. മെനി ടൈംസ്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ. ഫിലോസഫി കാരണം എന്തായിരുന്നു അല്ലെ അച്ഛൻ? ലാസ്റ്റ് ഒക്കെ പട്ടം കിട്ടുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് തോന്നി. ദാറ്റ് വാസ് എ മോസ്റ്റ് സിവിയർ വൺ. ഓക്കെ. എനിക്ക് ഭയമായിരുന്നു. അൾത്താരയോട് അടുക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം കയറി ചെല്ലാൻ പോകുന്ന എങ്ങോട്ടാണെന്ന് എനിക്കറിയാം. ഞാൻ വായിച്ചറിഞ്ഞതും ഞാൻ മനസ്സിലാക്കിയതുമായ ആ ദൈവം അത്ര വലിയൊരാളായതുകൊണ്ടും അത്ര പരിശുദ്ധനായതുകൊണ്ടും ആ ബലിപീഠത്തെ തൊടുക എന്നുള്ളത് എനിക്ക് പേടി തോന്നിപ്പോയി. രാത്രിയിൽ എൻ്റെ അമ്മ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു, ഇവൻ നിൽക്കണേ എന്നല്ല, നിൻ്റെ സ്വരം കേൾപ്പിച്ചു കൊടുക്കണേ എന്ന്. അതെന്നെ മുമ്പോട്ട് നയിച്ചു എന്നുള്ളതാണ്. പലതവണ അതായിരുന്നു ഏറ്റവും സിവിയർ ആയിട്ടുള്ളത്. ഫിലോസഫി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഞാൻ കൺഫ്യൂസ്ഡായി ഞാൻ റെക്ടറച്ചനോട് പറഞ്ഞു ഞാൻ പോവാന്ന് തോന്നുന്നു. റെക്ടറച്ചൻ പറഞ്ഞു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയില്ല. അച്ഛനോട് പറഞ്ഞു നീ ഈ പുസ്തകങ്ങളൊന്നും ഇനി വായിക്കേണ്ടത് എന്നോട് പറഞ്ഞു. ഫിലോസഫി സമയമാണ്, നമ്മൾ കടും വായനയുടെ സമയമാണ്. എന്നോട് പറഞ്ഞു അതൊന്നും വായിക്കണ്ട ഇപ്പം തോന്നുന്നു, നീ കുറച്ച് നേരം ബൈബിളും കൂടെ വായിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്. എൻ്റെ ഒരു 2 വിശുദ്ധരുടെ പുസ്തകം എടുത്തു തന്നു. ഞാൻ പറഞ്ഞു അച്ഛാ ഇത് ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഒരു ദിവസം ഒരു ഓഗസ്റ്റ് 12-ാം തീയതി ഐ ടുക്ക് എ ഡിസിഷൻ. റെക്ടറച്ചനോട് പോയി പറഞ്ഞു ഞാൻ പോകാൻ തോന്നുന്നു. ഓഗസ്റ്റ് 13-ാം തീയതി ആന്ധ്രയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആന്ധ്രയിൽ കർണൂൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ്സും പിടിച്ച് ഇങ്ങനെ തിരിച്ചു പോകുന്നു. ഞാൻ നിർത്തിപ്പോന്നു. എത്ര വർഷം കഴിഞ്ഞിട്ട് സംഭവം? സെമിനാരി കയറി 3, 4, 5-ാമത്തെ വർഷം ഫിലോസഫി ഫസ്റ്റ് ഇയറിൽ ഐ ജസ്റ്റ് ക്വിറ്റഡ്. എനിക്കത് പൗരോഹിത്യം ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഐ വാസ് കൺഫ്യൂസ്ഡ്. അവിടെയാണ് എനിക്ക് തോന്നുന്നു മുമ്പേ ചോദിച്ചാൽ ദൈവവിളി എനിക്ക് നന്നായിട്ട് മനസ്സിലായത് അവിടെ വെച്ചാണ്. ഇത് ശരിക്കും ഉള്ളതാണെങ്കിൽ, അതായത് ഇത് ജിൻസ് എന്നൊരു പയ്യൻ്റെ തീരുമാനമല്ല, എന്നെ കൊണ്ടുപോയ അച്ഛന്മാരുടെ തീരുമാനമല്ല, എൻ്റെ സഭയുടെ തീരുമാനമല്ല, ഇത് ശരിക്കും ഈശോയുടെ നാളെ എനിക്കൊരു പുരോഹിതനാവണമെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ വിളിയാണെങ്കിൽ അത് ഉണ്ടാകും. ഒരു പരീക്ഷണം അങ്ങ് നടത്തി നോക്കി. ദൈവത്തെ പരീക്ഷിച്ചല്ല, എൻ്റെ ദൈവവിളിയെ ഞാൻ പരീക്ഷിച്ചതാണ്. ഞാൻ നിർത്തുക എന്നല്ല എഴുതി കൊടുത്തു. ഞാൻ എടുത്തു ഐ നീഡ് എ ബ്രേക്ക് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ഡോക്ടറച്ചൻ സമ്മതിച്ചു. ഹി വാസ് എ വെരി സെയിൻലി പേഴ്സൺ. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മോനെ നീ എടുക്കുന്ന തീരുമാനമാണ് വലുതെന്ന് പറഞ്ഞു. ആ അച്ഛനും നോ പറഞ്ഞില്ല, എസും പറഞ്ഞില്ല. യു ഡിസൈഡ്. എനിക്കൊന്നും അതാ ഞങ്ങൾ സെമിനാരിക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം തോന്നുന്നു. നമ്മൾ മനുഷ്യരൊക്കെ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമല്ലേ, വി ക്യാൻ ടേക്ക് എ ഡിസിഷൻ എന്നുള്ളതേ. ഓക്കെ, ഓഫ് കോഴ്സ് നമ്മൾ പല ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഞാൻ ഒത്തിരി ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ അറിഞ്ഞെടുത്ത തീരുമാനമാണെന്ന്. ഐ നീഡ് ആൻ ആൻസർ. 13-ാം തീയതി പോന്നു, 14-ാം തീയതി നാട്ടിലെത്തി. ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യദിനമാണ്. ഒപ്പം തന്നെ നമ്മൾ ക്രിസ്ത്യൻസിന് അത് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളാണ്. ഒരമ്മ കെട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. ഞാൻ 5-6 മാസം വീട്ടിൽ നിന്നു. ആൻഡ് ദാറ്റ് വാസ് ദ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്. 6 മാസം കൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നു വെച്ചാൽ എനിക്ക് പറ്റാവുന്ന അത്രയും പുസ്തകങ്ങൾ വായിച്ചു, ചിന്തിച്ചു. കുറച്ച് ആൾക്കാരെ പോയി കണ്ടു. പ്രൊവിൻഷ്യൽ അച്ഛനെ പോയി കണ്ടു. ഞാൻ നിർത്തിപ്പോകുന്ന എടുത്ത പ്രൊവിൻഷ്യൽ അച്ഛനെ പോയി കണ്ടു. അവസാനം ഒരു ഏപ്രിൽ മെയ് മാസം ആകുമ്പോഴത്തേനും എൻ്റെ ഉള്ളിലൊരു വെളിച്ചം കിട്ടി, ഒരു ക്ലാരിറ്റി കിട്ടി. ഞാൻ എൻ്റെ അന്ന് ഇൻചാർജ് ആയിരുന്ന ആൾക്ക് കത്തയച്ചു. ജൂണിൽ തിരിച്ചു വരാൻ പറഞ്ഞു, ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അത്, ഒരാൾ ഇറങ്ങിപ്പോയാൽ. പക്ഷേ ഞാൻ ഇറങ്ങിപ്പോയിട്ടും അവർക്ക് തിരിച്ചു വിളിക്കണമെങ്കിൽ ദൈവവിളി ഉണ്ട്. എനിക്കത് ബോധ്യം കിട്ടി. തിരിച്ചറിവ് കുറേ കൂടെ, അതിൻ്റെ സൗന്ദര്യം കുറേ കൂടെ തിരിച്ചറിഞ്ഞത് തീർച്ചയായിട്ടും മുമ്പേ പറഞ്ഞ പോലെ അച്ഛനായി കഴിഞ്ഞിട്ടാണ്. പക്ഷെ എനിക്കൊരു ദൈവവിളി ഉണ്ടെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞത് ഇത് വേണ്ടാന്ന് വെച്ച ഒരു സമയത്താണ്. ലെറ്റ് മീ ടേക്ക് എ ബ്രേക്ക്. ഞാൻ ഒന്ന് തീരുമാനിച്ചിട്ട് എടുക്കാം. അതായിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ. സെമിനാരി പോകുക എന്നതിനേക്കാൾ സെമിനാരിയിൽ നിന്നൊന്നും നിർത്തി വീണ്ടും പോവുക എന്നുള്ളതായിരുന്നു. ജീത്തു ജോസഫിന്റെ ഒരു മൂവിയുണ്ട് മെമ്മറീസ്, അച്ഛൻ കണ്ടിട്ടുണ്ടോ?
വല്ലാത്തൊരു ചോദ്യമല്ലേ, നിങ്ങൾ പുരോഹിതന്മാർക്ക് എല്ലാത്തിനും ഒരു ഉത്തരവുണ്ട്. ആ ഡയലോഗാണോ പറയാൻ വേണ്ടേ? അല്ല, ആ ഒരു വീഡിയോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈബിൾ കോട്സും കൊണ്ടാണ് മൂവി പൊക്കോണ്ടിരിക്കുന്നത്. അത് എൻഡ് ചെയ്യുന്നതും ഒരു ബൈബിൾ വചനം കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അർത്ഥം വെച്ചോണ്ടാണ് സിനിമയുടെ ട്വിസ്റ്റും. അതെ, ഒരു ബിബ്ലിക്കൽ ഫിഗറാണ്. അതെ, ബിബ്ലിക്കൽ മലയിലെ പ്രസംഗം. അതെ. അപ്പം അതില് പൃഥ്വിരാജിനോട് നമ്മുടെ അച്ഛനായിട്ട് നെടുമുടി വേണു സാറ് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പം ഈ അച്ഛൻ അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്റെ മുന്നിൽ, എന്റെ പോഡ്കാസ്റ്റിന്റെ മുന്നിൽ ഒരു വൈദികൻ, ഒരു പുരോഹിതൻ ഇരിക്കുന്നുണ്ട്. അച്ഛൻ ഇതിന് മറുപടി. ആദ്യം വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഇതാണ് നിങ്ങൾ പുരോഹിത വർഗത്തിന്റെ വിജയം. എന്തിനും ഏതിനും ഒരു ഉത്തരവുണ്ട്. പട്ടിണിയും കഷ്ടപ്പാടുമായിട്ട് നരകിച്ച് ജീവിക്കുന്ന ഒരു നീതിമാനെ ചൂണ്ടിക്കാണിച്ചു തന്ന നിങ്ങൾ പറയും സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞതാണ്. കള്ളനും കൊലപാതകയും എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടിയും ജീവിക്കുന്നത് കാണിച്ചു തന്നാലോ, അതിനുമുണ്ട് ഒരു ഉത്തരം. ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുവന്നു. ഇതാണ് നിങ്ങളുടെ ദൈവത്തിന്റെ നീതിയെങ്കിൽ ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല അച്ചോ. പൃഥ്വിരാജ് എത്ര വെച്ചെന്നാണോ ചോദ്യം? അല്ല, ബാക്കിയാണ് ചോദ്യമെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് സാമെന്നല്ല അയാളുടെ ക്യാരക്ടറിന്റെ പേരല്ലേ സാമിന്റെ ലൈഫ്, സാമിന്റെ മുമ്പിൽ കൊടുക്കുന്ന ചോദ്യങ്ങളാണത്. കെന്ന അങ്ങനെ ഒരു ക്രൈസിസിൽ കൂടെ കടന്നുപോയാൽ കെന്നയും ചോദിക്കും. ഞാൻ അങ്ങനത്തെ ക്രൈസിസുകളിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ആത്മീയ ഗുരുക്കന്മാരോട്. ഞാൻ ഈ ഡയലോഗ് സ്പിരിച്വലൈസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഒരു ഉത്തരവുണ്ടല്ലേ എല്ലാത്തിനും. ചില ഉത്തരങ്ങൾ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ, തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് കയറിപ്പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ടേക്ക് ഇറ്റ്. ഇനി നിങ്ങളെ സഹായിക്കുന്നില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ എല്ലാത്തിനും പുരോഹിതന്മാർക്ക് ഉത്തരവില്ല. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, കുറച്ച് കുഞ്ഞുങ്ങൾ മുമ്പിൽ വരുമ്പോൾ ഞാൻ എന്നെ ചെയ്യും, അവരോട് എന്ത് പറയും? എല്ലാത്തിനും ഉത്തരവില്ല. ഇതാ സിനിമയിലെ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും അത് ഒത്തിരി പേർക്ക് റിലേറ്റബിളായിട്ട് തോന്നി. കാരണം ഇപ്പോൾ കെന്ന ഒരു ഇല്ലെങ്കിൽ കെന്നയുടെ ഒരു സുഹൃത്തിനെ എൻ്റെ അടുത്തേക്ക് വിടുകയാണ്. അച്ഛാ, ഈ കൊച്ചിനൊരു പ്രശ്നമാണ്, അച്ഛൻ എന്തെങ്കിലും സംസാരിക്കുക. ആ കൊച്ചിനൊരു 10 ലക്ഷം രൂപയുടെ കടമാണ്. ഞാൻ എന്നാ സംസാരിക്കണ്ടേ? എൻ്റെ സംസാരത്തിൻ്റെ ഉത്തരം ഇതാണ്, മനെ ശരിയാകും, അച്ഛൻ പ്രാർത്ഥിച്ചോളാം, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആസ് എ പ്രീസ്റ്റ് ഞാൻ എന്താ ചെയ്യേണ്ടത് വേറെ? അങ്ങനെ പറയാൻ ഒരാളുള്ളത് ആ കൊച്ചിന് ആശ്വാസമാണെങ്കിൽ വൈ ഡു യു ബ്ലോക്ക് ഇറ്റ്? 10 ലക്ഷം രൂപ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ലുക്ക് മാത്രമേ ഉള്ളൂ, റിച്ചല്ല. മനസ്സിലായി? ആ കൊച്ചിന് അതൊരു ആശ്വാസമാണെങ്കിൽ, ഇപ്പം ഞങ്ങളുടെ പൈസയുടെ കാര്യത്തിലല്ല, ഭയങ്കരമായിട്ട് ഹേർട്ടായി പോയ ഒരാൾ, ഭയങ്കരമായിട്ട് കീറി മുറിഞ്ഞ ഒരാൾ, അയാൾ ഒരു പുരോഹിതൻ്റെ അടുത്ത് ചെല്ലുന്നു. ആ പുരോഹിതൻ അയാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഇത്രേ ഉള്ളൂ, നീ ഒന്ന് പ്രാർത്ഥിച്ചോ, നീ ഒന്ന് ശാന്തമായിട്ടിരിക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഒരു പുരോഹിതനുള്ളത് നല്ലതല്ലേ? ഓപ്ഷനൊന്നും നല്ലത്. അങ്ങനെ ഒരാൾ അവിടെ വേണം.